السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽബയാൻ ദർശനങ്ങളെ, അപ്പോൾ നമ്മളെ ഹദീസിൽ അർബഈൻ നബവിയ നബി അർബഈനാണ് നമ്മളുള്ളത്. അന്നേരം അതിലെ 19ഓളം ഹദീസുകൾ നമ്മൾ പറഞ്ഞു. ഇനി 20ാമത്തെ ഹദീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. عن أبي مسعود عقبة بن عمرو الأنصاري البدري رضي الله عنه قال رسول الله صلى الله عليه وسلم إن مما أدرك الناس من كلام النبوة الأولى إذا لم تستحي فاصنع ما شئت. നബി തങ്ങൾ പറയണം, ഇന്ന മിമ്മ അദ്റക്കൻ നാസു, ജനങ്ങൾ എത്തിച്ച ഒന്നിൽപ്പെട്ടതാണ് മിൻ കലാമിൻ നുബുവത്തിൽ ഊല, പണ്ടേയുള്ള ആദ്യം മുതലുള്ള നുബുവത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ജനങ്ങൾ എത്തിച്ച ഒരു കാര്യമാകുന്നു. എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ പറഞ്ഞതും അല്ലെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ വാക്കുകളിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാകുന്നത്. കാരണം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ് വരുന്ന ഒരു കാര്യമാകുന്നു ഇദാലം തസ്തഈ ഫസ്ന മാ ശിഅ്ത. ഇന്നത്തെ ഉത്തരാധുനിക യുഗത്തിലെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എന്തിനത് ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്തിന് ആപ്റ്റായ ഹദീസാണ് ഇദാലം തസ്തഈ ഫസ്ന മാ ശിഅ്ത. നബി തങ്ങൾ പറയാണ്, നിനക്ക് മടിയില്ലെങ്കിൽ ലജ്ജയില്ലെങ്കിൽ ഫസ്ന മാ ശിഅ്ത, നീ എന്താ ചെയ്തോ. അതൊരു ഒരു അർത്ഥത്തിൽ ട്രോളാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് മടിയില്ലെങ്കിൽ എന്താ ചെയ്തോ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ നമ്മൾ ധാരാളം സ്വഹാബികളുടെ മാതൃകകളുടെ താബിഈങ്ങളുടെ കിതാബുകളിലൂടെ ഹദീസിൻ്റെയും ഫിഖ്ഹിൻ്റെയും തഫ്സീറിൻ്റെയും മറ്റു കിതാബുകളിലൂടെയും പിന്നെ അതിനുശേഷം ഉസ്താദന്മാരുടെയും വായനീയങ്ങളുടെ വായനവർണ്ണാളുകളുടെയും പ്രസംഗികളുടെയും ഒക്കെ നാവിലൂടെ നമ്മൾ ധാരാളം ഈമാനികമായ കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്നിട്ടൊരാൾ നന്നാവില്ല എന്നൊക്കെ അവസാനം നമ്മളോട് പറയും, എനിക്ക് ലജ്ജയില്ലെങ്കിൽ എനിക്ക് മടിയില്ലെങ്കിൽ ചെത്താത്ത ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാൽ ആ സ്വഹാബികൾക്ക് മുമ്പിലാണ് പറയുന്നത്, ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൻ്റെ മുമ്പിലല്ല. അന്ന് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21ാം നൂറ്റാണ്ടിലേക്ക് നോക്കിയാൽ കൃത്യം ആപ്റ്റാണ്, വളരെ സ്യൂട്ടാണ്. ഇതാലും തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്കൊരു മടിയില്ലെങ്കിൽ നീ എന്താ ചെയ്തോ എന്നാണ്. അപ്പോൾ ഒരാൾക്ക് എന്തിനത് തുണി കുപ്പായിച്ച് കഴിച്ചിട്ടൊക്കെ എന്തിനത് ചാടി കളിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഒരു മടിയില്ല എന്നൊക്കെ എന്താ ചെയ്തോ. ഇതിന് ശിക്ഷ അള്ളാഹു നൽകിയിരിക്കുമെന്നൊരു താക്കീത് കൂടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഹദീസിൻ്റെ വിശദമായ അർത്ഥങ്ങളിലേക്ക് പോയാൽ ധാരാളം പറയാനുണ്ട്. പക്ഷേ ഈ ഹദീസിൻ്റെ വളരെ ചുരുക്കം ഒരു 4 വാക്കുകൾ മാത്രം, ആ 4 വാക്കുകൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, എനിക്ക് മടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയും മലയാളത്തിൽ ഒളിപ്പില്ലെങ്കിൽ എത്തച്ച് കാട്ടിക്കെന്ന് പറയും. അപ്പോൾ അതേമാതിരി ലജ്ജയില്ലെങ്കിൽ നിന്നെ എന്താ ചെയ്തോ, അതാണ് അതിൻ്റെ അർത്ഥം. 21ാമത്തെ ഹദീസ്. അൻ അബി അംറിൻ വഖീല അബി അമ്ര എന്നാണ് പേര്, എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, റസൂലേ ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, ഇസ്ലാമിൽ എനിക്കൊരു വാക്ക് പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, നബിയെ താങ്കളോടല്ലാത്ത വേറെ ആരോടും ഞാൻ ചോദിക്കൂല. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടാവാം. നിസ്കാരം എപ്പോഴാണ്, അല്ലെങ്കിൽ എത്ര സമയമായോ, എത്ര റക്കഅത്താ, ഇതൊക്കെ പലരും ചോദിക്കാം. പക്ഷെ നബി തങ്ങളെ താങ്കളോടല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഉദ്ദേശം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി തങ്ങളെ നിങ്ങളല്ലാതെ വേറെ ആരും പറഞ്ഞു തരാത്ത ഒരു പ്രത്യേകം ഒരു പോയിന്റ് എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏതായാലും നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത പോയിന്റ് ഇതാണ്, കുൽ ആമിൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖീം. വളരെ കുറഞ്ഞു. കുൽ, നീ പറയുക ആമിൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് നീ പറയണം. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഈമാൻ, സ്വാഭാവികമായിട്ടുള്ള മുഅ്മിൻ, അതാണ് ഇപ്പോൾ നമ്മൾ വാപ്പി മുഅ്മിൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സന്ദർഭ സാഹചര്യങ്ങൾ കുടുംബം ഒക്കെ മുഅ്മിനായതുകൊണ്ട് മുഅ്മിനായി, അങ്ങനല്ല. കുൽ ആമിൻതു ബില്ലാഹ്, ആമിൻതു ബില്ലാഹ് എന്ന് നീ മനസ്സിൽ ഉറപ്പിച്ച് പറയണം. അത് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഈമാനിന് ഒരു കട്ടി വേണം. ഈമാൻ നമുക്കൊരു കട്ടി വേണം. എന്ത് ചെയ്യാം? ഈമാനികമായിട്ടുള്ള ഒരു നമ്മളെ അന്തരത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആമിൻതു ബില്ലാഹ് എന്ന് നീ മനസ്സിൽ ഉറപ്പിച്ച് പറയാം. സുമ്മ ഇസ്തഖീം, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം? ഇസ്തഖാം പറഞ്ഞാൽ നേരായ ചൊവ്വായ വഴിയിൽ നീ സ്ട്രൈറ്റ് പാത്തിൽ നീ എന്ത് ചെയ്യണം? സഞ്ചരിക്കണം എന്നുള്ളതാണ്. നേരായ വഴിയിലൂടെ നീ സഞ്ചരിക്കുക. അപ്പോൾ ആദ്യം വേണ്ടത് ആമിൻതു ബില്ലാഹ് എന്ന് പറയണം. എന്നാൽ അള്ളാഹുവിനെ കൊണ്ട് പരിപൂർണമായ വിശ്വാസം വേണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? നേരായ വഴിയിൽ സഞ്ചരിക്കുക. ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാൻ ലോകത്തുള്ള മറ്റ് മുസ്ലിമീങ്ങളുടെ മറ്റ് മുഅ്മിനീങ്ങളുടെ ഈമാനിനേക്കാളും ഒക്കെ ശക്തി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈമാനുണ്ട്. കാരണം എന്താ? ആമിൻതു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തിയാണ്.
അല്ലെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിച്ചതിൻ്റെ ഏറ്റവും ശക്തിയാണത്. സുമ്മസ്തഖിം, പിന്നെയാണ് ആര് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരായ വഴിയിൽ, ഇസ്ലാമിൻ്റെ നേരായ വഴിയിൽ സഞ്ചരിച്ചത്. അപ്പം നേരായ വഴി സഞ്ചരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മഹാത്മാഗാന്ധി ജനങ്ങൾക്ക് വേണ്ടി, ഇന്ത്യയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നേരായ വഴിയിൽ സഞ്ചരിച്ച ആളാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ധാരാളം മുസ്ലിമീങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സുദീർഘമായ പ്രവർത്തനം നടത്തുന്ന സേവനങ്ങൾ നടത്തുന്ന ആളുകളുണ്ടാവും. പക്ഷേ ആമിൻതു ബില്ലാ ഇല്ല. ആദ്യം വേണ്ടത് ഈമാനു ബില്ലാ, ആമിൻതു ബില്ലാ എന്നാണ്. സുമ്മസ്തഖിം, പിന്നെ നീ നേരായ വഴിയിൽ ജനങ്ങൾക്ക് വേണ്ട ഇസ്ലാം പറഞ്ഞ രീതിയിലുള്ള. അപ്പോൾ ഈമാൻ സ്വീകരിക്കുക പ്ലസ് എന്നുള്ളത് അവൻ നേരായ വഴിയിലൂടെ പോവുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ നന്മയും ചെയ്യുന്ന, ജനങ്ങൾക്ക് എല്ലാവർക്കും കണ്ണിലുണ്ണിയായ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാ ആളുകൾക്കും അയാളോട് താല്പര്യമുള്ള, ആർക്കും അയാളുടെ ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു വ്യക്തി മുസ്ലിമാണ്. ഇസ്ലാം സ്വീകരിച്ചില്ല. അയാളെക്കാൾ സ്ഥാനം ഇസ്ലാം സ്വീകരിച്ച ഒരാൾ, ഫുൾ തെമ്മാടിത്തരം ചെയ്യുന്ന, ഇസ്ലാം പറയുന്ന എല്ലാ ഹറാമും ചെയ്യുന്ന, അല്ലെങ്കിൽ 5 വക്ത് നിസ്കരിക്കാത്ത, നോമ്പില്ല, ഇസ്ലാം പറയുന്ന ഒന്നും ചെയ്യാത്ത, ഹറാമുകൾ ചെയ്യുന്ന ഒരാളിനൊക്കെ അയാൾക്ക് നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ സ്ഥാനമുണ്ട്. കാരണം ഈമാൻ സ്വീകരിച്ചു എന്നാണ്. കാരണം ഇയാൾ ശിക്ഷ അനുഭവിക്കുന്ന നരകത്തിൽ 1000 വർഷമോ 2000 വർഷമോ 6000 വർഷമോ എത്ര വർഷമോ ശിക്ഷ അനുഭവിക്കേണ്ടത്, അത്രയും വർഷം ശിക്ഷ അനുഭവിച്ചിട്ട് അവസാനം അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷേ മറ്റൊരാൾ ഈമാനില്ലാത്തതിൻ്റെ പേരിൽ ലോകത്ത്, ഭൂമിയിൽ അല്ലെങ്കിൽ ദുനിയാവിൽ ധാരാളം നന്മകൾ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ മുമ്പിനായിട്ടില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ കാലാകാലവും അവൻ നരകത്തിലാണ്. അവൻ ദുനിയാവിൽ ഒരു പക്ഷേ അവൻ മരിച്ചിട്ട് അവൻ്റെ പേരിൽ ചിലപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങുകളോ സൗധങ്ങളോ അങ്ങനെയൊക്കെ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ ഈമാൻ്റെ കണക്കില്ലാത്തത് കൊണ്ട് 1000 വർഷം കഴിഞ്ഞാലോ 2000 വർഷം കഴിഞ്ഞാലോ 10000 വർഷം കഴിഞ്ഞാലോ ഒരു പക്ഷേ അവൻ ചിന്തിക്കും, ദുനിയാവിൽ നിന്ന് ഏതെങ്കിലും ഒരു നിമിഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഞാൻ ചെന്നിരുന്നെങ്കിൽ എന്ന് അവൻ വിചാരിക്കും. കാരണം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെന്നിരുന്നെങ്കിൽ 10,000 വർഷം കഴിഞ്ഞിട്ടോ 20,000 വർഷം കഴിഞ്ഞിട്ടോ 70,000 വർഷം കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അയാൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ അത് ചെല്ലാത്ത കാലത്തോളം ഖാലിദുൻ മുഖല്ലദുൻ ഫിന്നാർ, നരകത്തിൽ എപ്പോഴും അവന് ശാശ്വതനാണ്. പോട്ടെ, ഹദീസിൻ്റെ വിശദമായ അർത്ഥങ്ങൾ ഉണ്ട്. 22ാമത്തെ ഹദീസ്. അൻ അബി അബ്ദുറഹ്മാൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹുമാ, അവർ പറയാണ്, അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അറഅയ്ത ഇദാ സ്വല്ലൈതുൽ മക്തൂബാത്ത് വസുംതു റമളാൻ വഹലൽതുൽ ഹലാൽ വഹറംതുൽ ഹറാം വലം അസിദ് അലാ ദാലിക ഷൈഅ അദ്ഖുലുൽ ജന്ന ഖാല നഅം. ഒരിക്കൽ ഒരു വ്യക്തി വന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, അറഅയ്ത ഇദാ സ്വല്ലൈതുൽ മക്തൂബാത്ത്, ഒരാൾ ചോദിക്കാണ്, നബി തങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താ, ഞാൻ ഇദാ സ്വല്ലൈതുൽ മക്തൂബാത്ത് 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നു, റമദാൻ മാസം നോമ്പ് നോക്കുന്നു, ഹലാലായ കാര്യങ്ങൾ ഞാൻ ഹലാലായി കാണുന്നു, ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ ഉറങ്ങുക, അതൊക്കെ ഹലാലാണ്. അപ്പോൾ ഹലാലായ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഹലാലായും ചെയ്യുന്നു. അപ്പോൾ ഹറംതുൽ ഹറാമ, ഹറാമായ കാര്യങ്ങൾ ഞാൻ ഹറാമായിട്ട് തന്നെ കാണുന്നു, അത് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. ഹറാം ഒന്നും ചെയ്യുന്നില്ല, ഹറാമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അത് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. ഹലാലായ കാര്യങ്ങൾ ഹലാലാണെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നുണ്ട്. വലം അസിദ് അലാ ദാലിക ഷൈഅ, ഇതിലപ്പുറം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഹലാലായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഹറാമായ ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ 5 വക്ത് നിസ്കരിക്കുന്നു, അതേപോലെ നോമ്പ് നിൽക്കുന്നു, ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. പിന്നെ പൈര് സക്കാത്ത്, ഹജ്ജൊക്കെ, അതൊക്കെ പൈര് സ്വാഭാവികമായിട്ടും അയാൾ സക്കാത്തിന് കൊടുക്കാൻ അവകാശമാണെങ്കിൽ അയാൾ കൊടുക്കും, ഹജ്ജ് കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അയാൾ പാവപ്പെട്ടവനാണെങ്കിൽ സക്കാത്തും ഹജ്ജൊന്നും ഉണ്ടാവില്ലല്ലോ. ഏതായാലും പോട്ടെ, അള്ളാഹു പറഞ്ഞ വാജിബായ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്, ഹറാമൊന്നും അയാൾ ചെയ്യുന്നില്ല. ഹലാൽ പിന്നെ സ്വാഭാവികമായിട്ടും അയാൾ ചെയ്യുന്നു, ഇതിലേറെ ഒന്നും അയാൾ ചെയ്യുന്നില്ല. അയാൾ ചോദിക്കാം നബി തങ്ങളോട്, ഇത്തരം പ്രവർത്തനം കൊണ്ട് മാത്രം അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മതി, ഇത്ര മതി. അള്ളാഹു പറഞ്ഞ് 5 വക്ത് നിസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്തുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുക, ഹജ്ജിൻ്റെയൊക്കെ ചെയ്യുക ഉണ്ടെങ്കിൽ, അതിന് എന്ത് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, അതൊന്നും ഇല്ലെങ്കിലോ വേണ്ട, നിസ്കാരവും നോമ്പും. പിന്നെയോ ഹലാലായതൊക്കെ വേണമെങ്കിൽ ചെയ്യാം, ഹറാം ഒറ്റൊന്നും ചെയ്യാതിരിക്കുക, ഹറാമേ ഒന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെ എന്ത് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. കാരണം അവനക്ക് നരകത്തിലിടാൻ ആവശ്യമില്ല, ഹറാമൊന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെയോ നിസ്കാരം നോമ്പും കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, മതി, എന്നാൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 23ാമത്തെ ഹദീസ്. അൻ അബി മാലിക് അൽ-ഹാരിസ് ബിൻ ആസിം അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്,
അത്തഹൂർ ഷത്രുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അത്തഹൂർ ഷത്രുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. ശുദ്ധി എന്ന് പറഞ്ഞാൽ ഭൗതികമായ ശുദ്ധിയാവട്ടെ, ശാരീരികമായ അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലായിട്ടുള്ള ശുദ്ധിയാവട്ടെ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സ്പിരിച്വലായ ശുദ്ധിയാവട്ടെ, എന്താണെങ്കിലും രണ്ടാണെങ്കിലും അത് ഈമാനിൻ്റെ പകുതിയാണ്. പല അർത്ഥം പറയുന്നുണ്ട്. ശാരീരികമായ ശുദ്ധി, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, വീട് പരിസരമൊക്കെ വൃത്തിയായിട്ട് നമ്മൾ കൊണ്ടെടുക്കുക, നമ്മുടെ വാഹനം അല്ലെങ്കിൽ നമ്മുടെ പുസ്തക കിതാബുകൾ, നമ്മുടെ ബിലോങ്ങിങ്സ്, നമ്മുടെ സാധനങ്ങളൊക്കെ, ആ വസ്തുക്കളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക, അതൊക്കെ ഈമാനിൻ്റെ പകുതിയാണ്. വൃത്തി ഈമാനിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വൃത്തി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും വൃത്തിയില്ലാതെ നടക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതല്ല, വൃത്തി ഈമാനിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് ആന്തരികമായ വൃത്തിയും ആത്മീയമായ വൃത്തിയും. നമ്മുടെ ഹൃദയത്തിൽ എന്തില്ല, ചളികളില്ലാത്ത, ഹൃദയത്തിൽ കറകളില്ലാത്ത, ഹസദ്, റിയാ പോലത്തെ, കിബിർ പോലത്തെ, മറ്റുള്ളവരുടെ പക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയ ഇതൊന്നുമില്ലാത്ത ഹൃദയശുദ്ധിയുള്ള ഒരാൾ, അതും ഈമാനിൻ്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്നുണ്ടല്ലോ, അത് മീസാൻ നടക്കും. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്. നമ്മുടെ ദുനിയാവിൽ കാണുന്ന തുലാസല്ല, ആഖിറത്തിലെ തുലാസ് എന്താ? നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ്. ഈ തുലാസ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ തുലാസ് എന്നെന്തിന് മീസാൻ എന്നുള്ളതിന് ഒന്നാമത് നമ്മൾ തുലാസ് എന്ന് അർത്ഥം പഠിച്ചതുകൊണ്ട് തുലാസ് നമ്മൾ കടയിൽ കാണുന്ന 2 തട്ടുള്ള തുലാസായിട്ട് നമ്മളിങ്ങനെ സങ്കല്പിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ മോഡേൺ രീതിയിൽ കാണുന്ന ഡിജിറ്റൽ തുലാസ് എന്ന് സങ്കല്പിക്കണം. നമ്മൾ ഏത് രീതിയിലുള്ള തുലാസാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ആ തുലാസിനെ നിറക്കുന്നതാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുലാസിനെ വെച്ചാൽ നിറയും. അതിങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഏതായാലും ആ തുലാസിനെ നിറക്കാൻ മാത്രം ശക്തിയുള്ളതാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറയാം. നമ്മൾ അത്തിപ്പറ്റി ഉസ്താദിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹമൊക്കെ ഇടയ്ക്ക് നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് അല്ലെങ്കിൽ ആരാണ് സംസാരിക്കുന്ന അടിയിലും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞെടുക്കും. അത് അൽഹംദുലില്ലാഹ് എന്നുള്ളത് മീസാൻ നിറക്കും. അപ്പോൾ സുബ്ഹാനല്ലാഹി, മീസാൻ നിറക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സന്ദർഭത്തിലാണ്. ഒരു പക്ഷേ നന്മയും തിന്മയും തൂക്കുമ്പോൾ തിന്മകളിങ്ങനെ താവാൻ നിൽക്കുക, ആ സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഈ നന്മയുടെ തട്ടിൽ വെക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നമ്മൾ തപ്പുമ്പോൾ നമ്മളെന്തെങ്കിലും ചൊല്ലി അൽഹംദുലില്ലാഹ് എന്നുള്ളത് നന്മയുടെ തട്ടിലേക്ക് താവുമ്പോൾ വെക്കുമ്പോൾ ആ തട്ടം താവും. അപ്പം നമ്മളിങ്ങനെ ഓർക്കും അൽഹംദുലില്ലാഹ്. ഒരു 2, 3, 10, 15 അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും താനം വെക്കാമായിരുന്നു, അത്രയും താവൂലോ. അപ്പോൾ 100 കണക്കിനും 1000 കണക്കിനും അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നിന്റെ തട്ടിങ്ങനെ താന്നുകൊണ്ടിരിക്കും എന്ന് അവനക്ക് തോന്നും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആൻ. സുബ്ഹാനല്ലാഹ് എന്നുള്ളതും അൽഹംദുലില്ലാഹ് 2 കൂടിയും തംലആൻ, അതും നിറക്കും. ഔ തംലഉ, അല്ലെങ്കിൽ 2 കൂടിയും കൂടിയിട്ട് നിറക്കും. മാ ബൈന സമാഇ വൽ അർദി, ആകാശഭൂമികൾക്കിടയിലുള്ള ആ സ്പേസ് മുഴുവൻ നടക്കും. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. കാരണം നമുക്കിപ്പോൾ വാക്ക് അൽഹംദുലില്ലാഹ് 2 വാക്ക്, സുബ്ഹാനല്ലാഹ് 2 വാക്ക്, പക്ഷെ അതിൻ്റെ അർത്ഥം, അതിൻ്റെ കൂലി, അതുകൊണ്ടുള്ള ഉദ്ദേശം ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. ആകാശഭൂമികൾ നിറക്കാൻ മാത്രം അതിൽ മഹത്വമുണ്ട് എന്നുള്ളതാണ്. വസ്വലാത്ത് നൂറിൻ, നിസ്കാരം എന്നുള്ളത് ഒരു പ്രകാശമാണ്. എന്ന് നിസ്കരിക്കുന്നവൻ്റെ മുഖം, അവൻ്റെ ഹൃദയം ഇങ്ങനെ പ്രകാശിക്കും. ഇത് നമുക്ക് കാണുന്നില്ല, കാരണം ഇതൊക്കെ സാങ്കല്പിക പ്രകാശമാണ്. ഇതൊക്കെ ആഖിറത്തിലാണ് എന്ത് ചെയ്യാം, ഇതിൻ്റെ വെളിവാകാം പ്രകാശം എന്താണ് എന്നുള്ളതൊക്കെ. 2 വയസ്സായി 3 വയസ്സായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്ത് ഓൻ്റെ ഒരു എന്ത് ചെയ്ത് നാട്ടിലുള്ള അപ്പുറത്തെ ആൾക്ക് ഓനക്ക് IAS കിട്ടി, അല്ലെങ്കിൽ ഓനക്ക് PhD കിട്ടി, അല്ലെങ്കിൽ ഓൻ എന്ത് ചെയ്യുന്നത് അപ്പുറത്തെ ആൾ എന്ത് ചെയ്യും ഒരു പ്രസിഡൻ്റായി നിൽക്കാം. ഈ 3 വയസ്സായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓനക്ക് ഇതൊരു ഫീലിംഗ് അല്ല. അപ്പുറത്തെ പെരക്കാൻ അയൽവാസിക്ക് IAS IAS ഓനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഇതവസ്ഥയാണ് നമുക്ക്. ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് പ്രകാശമായിരിക്കും. ഇതെന്ത് ചെയ്യുന്നത്, ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ മീസാൻ നിറക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് തോന്നില്ല, നമ്മളിപ്പോൾ കുട്ടിത്തത്തിലാണ്. ആഖിറത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ആഖിറത്തിലെത്തുമ്പോഴാണ് ഈ കുട്ടി വളർന്ന് വലുതായി ഒരു 10-25 വയസ്സാകുമ്പോഴാണ് അയൽവാസിക്ക് IAS കിട്ടുക, അതൊരു സംഭവമാണ് എന്ന് മനസ്സിലാവുന്നത്, ബോധ്യപ്പെടുന്ന ഒരു പ്രായം എത്തുന്നത് അപ്പോഴാണ്. എന്നതുപോലെ ഇതിനെല്ലാം മഹത്വം ബോധ്യപ്പെടുന്നത് ആഖിറത്തിലെത്തുമ്പോഴായിരിക്കും. ഇപ്പോൾ ദുനിയാവിനെ മഹത്വം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഏതാനും ചില പ്രതീകാത്മകതയിലൂടെയൊക്കെ എന്തിനത് സൂചിപ്പിക്കുന്നത് വസ്വലാത്തു നൂറുൻ, നിസ്കാരം എന്നുള്ളത് ഒരു പ്രകാശമാണ്. വസ്വദഖത്തു ബുർഹാനും, സ്വതക്ക ചെയ്യാന്നുള്ളത് ഒരു തെളിവാണ്. നമ്മളൊരാൾ സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ നന്മകൾ ചെയ്തു എന്നതിന് തെളിവെന്താ, പണ്ട് സ്വതക്ക ചെയ്തതൊക്കെ ഒരു തെളിവായിട്ട് വരും. വസ്വബറു ദിയാഉൻ, അതേപോലെ ക്ഷമ എന്നുള്ളതും എന്തുതന്നെയാണ് ഒരു പ്രകാശമാണ്. കാരണം ദുനിയാവിൽ ക്ഷമിക്കാൻ സാധിക്കുക, എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു പ്രകാശമാണ്. നമുക്ക് പ്രയാസം പ്രതിസന്ധി ഉണ്ടാവും, പക്ഷെ എപ്പോഴും ഹാപ്പിയാവും. നമ്മൾ ബാക്കിയുള്ളവർ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഹാപ്പിയാണെന്ന് തോന്നണം. ഒരുപക്ഷെ പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ മനസ്സിൽ വെക്കുക. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിലേക്ക് ഇങ്ങനെ പറയുകയും
നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം അത് ജനങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. വെറുതെ നമ്മളെ പ്രയാസം ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയാം. ഒറ്റയ്ക്ക് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ പറയുക, നമ്മുടെ സന്തോഷങ്ങളും ഹാപ്പിനെസ്സോ അത് ജനങ്ങളുമായിട്ട് കൂട്ടുകാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ അവരെ മുമ്പിൽ നമ്മളെപ്പോഴും ഹാപ്പിയാണെന്ന് നമ്മൾ തോന്നിപ്പിക്കാം. കാരണം നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. ചിരിക്കുന്ന മുഖത്തിൻ്റെ ഉള്ളിലും നീറുന്ന ഹൃദയമുണ്ടായിരിക്കും. നീറുന്ന ഹൃദയത്തിൻ്റെ പുറമേ ചിരിക്കുന്ന മുഖമുണ്ടായിരിക്കും. ഏതായാലും ആ ക്ഷമക്ക് അള്ളാഹു കൂലി നൽകും. വസ്വബ്റുദിയാവും വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഖുർആൻ ഒന്നെങ്കിൽ നിനക്ക് അനുകൂലമായിട്ട് സാക്ഷിയാണ്, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായിട്ട് സാക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ എന്നും ഖുർആൻ ഓതുന്നവനെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ മനഃപ്പാടമാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഖുർആൻ്റെ ആയത്തുകളൊക്കെ മനസ്സിലാക്കുന്ന അതിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും ആഖിറത്തിൽ. അല്ലേ, നമ്മൾ തബാറക്ക് ഓതിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഖബറിൽ എന്തെങ്കിലും എന്നും തബാറക്ക് ഓതുന്നവനെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ അവനക്കൊരു നൂറായി വെളിച്ചമായിട്ട് അവനക്കൊരു കൂട്ടുകാരനായിട്ട് തബാറക്ക് ഉണ്ടാവും. അവിടുന്ന് ആരുമില്ലാത്ത മരിച്ചു കിടന്ന് പിന്നെ ഉണരുമ്പോഴായിരിക്കും അതിപ്പോൾ പറയാൻ നമുക്ക് മനസ്സിലാവില്ല. മിനിമം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്ത് ഉറക്കം എന്നൊരു പ്രതിഭാസം ഉണ്ടാക്കിയത്. നമ്മൾ ഉറങ്ങി, ഉറക്കത്തിൽ നമ്മളെ ആൾക്കാർ പിടിച്ചിട്ട് ആരെങ്കിലും പിടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടെന്നൊക്കെ ഒരു ചെറിയൊരു പെട്ടിക്കൂടിൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു ഉള്ളിൽ കൊണ്ടുപോയിട്ടു. നമ്മൾ ഉണരുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, നെട്ടും. എന്താ നമ്മൾ എത്തിയത്, അപ്പുറത്ത് ഭയങ്കര ഒന്നും കാണുന്നില്ല, ഇരുട്ടാണ്, എവിടെ നിന്ന് അറിയുന്നില്ല. ഈ ഒരു അവസ്ഥയായിരിക്കും ഖബറിൽ നിന്ന് എണീക്കുന്ന ഫസ്റ്റ് അവസ്ഥ. പിന്നെ നമ്മൾ ഉറക്കത്തിലാവുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നീച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ അപ്പുറത്തോട് കൊണ്ടുപോയിട്ടതാണ് നീച്ചിങ്ങനെ വരും, പിന്നെ ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യും. പക്ഷേ ഖബർ നീച്ചുമ്പോൾ ഇങ്ങനെയല്ല, എണീറ്റ് പിന്നെ അവസ്ഥ പിന്നെ നീ ഫുള്ള് എന്ത് ചെയ്യുന്നത് ബർസഖിയായ ലോകത്താണ് അവൻ്റെ ജീവിതം. ഏതായാലും പോട്ടെ. അപ്പോൾ നമ്മൾ ഖുർആൻ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒറ്റുകാരൻ എന്തുണ്ടാവില്ല. ഇവിടെ നിന്ന് പോയി ഉറക്കം നീച്ച് വരുമ്പോൾ പിന്നെ കൂട്ടുകാരെ കാണും, കുടുംബക്കാരെ കാണും, മന കാണും, അപ്പോൾ സമാധാനവും. പക്ഷെ അവിടെ നിന്നാലും കാണാത്തൊന്നും സമാധാനം ഉണ്ടാവില്ല. അപ്പോഴാണ് നിനക്ക് ഖുർആൻ, നീ ഓതിയ സുഹൃത്തുക്കൾ, നീ ഓതിയ ആയത്തുകൾ നിനക്ക് ഇങ്ങനെ കൂട്ടുകാരനായിട്ട് വരുന്നത്, നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും പരിശുദ്ധ ഖുർആൻ. ഔ അലൈക, അല്ലെങ്കിൽ ആ ഖുർആൻ തന്നെ നിനക്കെതിരെ സാക്ഷി നിൽക്കും. അള്ളാഹുവേ, എന്നെ ഇവൻ ഓതാത്ത ഷെരീഫിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചതായിരുന്നു, ഒരിക്കലും എന്നെ ഓതിയിട്ടില്ല. പലപ്പോഴും ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നത് പൊടി പിടിച്ചിറക്കുകയും ചെതലടിച്ച് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ഷെരീഫിൻ്റെ അപ്പുറത്ത് തന്നെ ഓനെ വേറെ കുറേ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ വേറെ കുറേ എന്ത് ചെയ്യുന്നത് അപ്പുറത്ത് ടി വിയോ അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ വെച്ചിരുന്നു, അതിങ്ങനെ ഇടയ്ക്കെടുക്കുന്നല്ലാതെ എന്നെ അപ്പുറത്ത് തന്നെ ഷെൽഫിൻ്റെ തൊട്ടപ്പുറത്തില്ല, എന്നെ അവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നെ അവഗണിച്ചിരുന്നു എന്ന് അള്ളാഹുവിനോട് ഖുർആൻ പറയും. നമുക്കെതിരെ സാക്ഷി നിൽക്കും. അല്ലെങ്കിൽ എന്നെ അവൻ എന്ത് ചെയ്യുന്നു കാണാതെ പഠിച്ചിരുന്നു, പിന്നെ അവൻ ഓതാതെ അവൻ മറന്നുപോയി, അത് നമുക്ക് എതിരെ സാക്ഷി നിൽക്കും. അല്ലെങ്കിൽ അവൻ ഖുർആൻ ഓതുമായിരുന്നു, പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഖുർആൻ അവഗണിക്കുമായിരുന്നു, ഖുർആൻ പറഞ്ഞതൊന്നും അവനെ അംഗീകരിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പലപ്പോഴായിട്ട് ഖുർആൻ നമുക്കെതിരെയും സാക്ഷി നിൽക്കും. അപ്പം നമ്മൾ ചിന്തിക്കണം, നാളെ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഖുർആൻ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഖുർആൻ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എവിടെ ആവട്ടെ, പള്ളി ദർസിൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമ്മളെവിടെയെങ്കിലും പഠിച്ച നമ്മുടെ മക്കൾ പഠിക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമോ പ്രതികൂലമായി സാക്ഷി നിൽക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അനുകൂലമായി സാക്ഷി നിൽക്കാൻ വേണ്ടി പരമാവധി ഖുർആൻ ഓതുകയും ഖുർആൻ്റെ അർത്ഥങ്ങൾ, അതിനോടൊപ്പം നമ്മൾ ക്ലാസ്സും ഒക്കെ തഫ്സീർ ക്ലാസ്സൊക്കെ ഖുർആൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിതത്തിൽ പുലർത്തിയാൽ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് കുല്ലുനാസി യഗ്ദു ഫബാഇഉ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ. കുല്ലുനാസി ജനങ്ങളെല്ലാവരും യഗ്ദു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. യഗ്ദു പറഞ്ഞാൽ പോകുന്നർത്ഥം. പലപ്പോഴായിട്ട് പല ആവശ്യങ്ങൾക്കും ജനങ്ങൾ എന്ത് ചെയ്യും പോകും. ഫബാഇഉ നഫ്സഹു, ഓരവൻ്റെ ശരീരത്തിൽ വിൽക്കുകയാണ്. ഓരോരുത്തരും ഓരോ അർത്ഥത്തിലും അവൻ്റെ ശരീരത്തിൽ വിൽക്കുകയാണ്. അല്ലേ, ആണുങ്ങളാണെങ്കിൽ കുടുംബനാഥനാണെങ്കിൽ അവൻ്റെ ശരീരത്തെ വിറ്റ് ഓൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഊർജ്ജങ്ങളും അവനിങ്ങനെ വിറ്റ് അവൻ എന്ത് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കുകയും കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ്. ശരീരത്തെ വിൽക്കാനാൽ അടിമയിൽ വിൽക്കുന്ന പോലെ എന്ത് ചെയ്യുക, അങ്ങാടി പറ്റി എൻ്റെ ശരീരത്തെ വിൽക്കുന്ന പറഞ്ഞാൽ വിൽക്കല്ല. അവൻ്റെ ശരീരത്തിലെ ഓരോ ഊർജ്ജങ്ങളും ഓരോ ഭാഗങ്ങളും അവനിങ്ങനെ എന്ത് ചെയ്യാൻ ചിലവഴിക്കണം. എന്തിനെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടും കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടുമൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിലോ അവളുടെ ശരീരം അവൾ വിൽക്കുകയാണ്. എന്നാൽ അവളുടെ ശരീരം ഇങ്ങനെ ആളുകൾ കാണിച്ചു കൊടുക്കുക, അതിനിങ്ങനെ പൈസ വാങ്ങാം. ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പോവുക, എന്നിട്ട് ശരീരം ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അതിന് 5 കോടി 10 കോടി വാങ്ങാം. ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ശരീരം വിൽക്കുന്നവരാകുന്നു ഓരോ മനുഷ്യരുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പേ പറഞ്ഞു വെച്ചു. ഫബാഇഉ നഫ്സഹു, അവൻ്റെ ശരീരത്തെ അവൻ വിൽക്കുകയാണ്. ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ, എന്നാൽ ഈ ശരീരത്തെ വിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അവർ ഒന്നുകിൽ
നശിപ്പിക്കുന്നവരായിരിക്കും. എന്നാൽ ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോഴേക്കും, രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നതിനടുക്കും ഏതൊരു മനുഷ്യനാണെങ്കിലും ഒന്നെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓന് പുറത്തിറങ്ങിയത് പള്ളിയിലേക്ക് പോകാനും അല്ലെങ്കിൽ ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് പോകാനും അല്ലെങ്കിൽ നല്ല നല്ല കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും അവൻ സ്വർഗത്തിലേക്കുള്ള വഴി ഒരുക്കിയിട്ടാണ് വന്നത്. അല്ല അവൻ പുറത്തേക്ക് പോയത് സിനിമ കാണാനോ, സിനിമ തിയേറ്ററിലേക്ക് പോകാനോ, ഗാനമേളയിലേക്ക് പോകാനോ, അല്ലെങ്കിൽ അന്യപുരുഷൻ്റെ മുമ്പിലേക്കോ അന്യ സ്ത്രീയുടെ മുമ്പിലേക്കും അവരെ കാണാനും വേണ്ടിയിട്ടാണോ എങ്കിൽ അവൻ നരകത്തിലേക്കുള്ള വഴി ഉണ്ടാക്കി. അപ്പോൾ ഏതൊരു മനുഷ്യനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ അവനെ സ്വർഗത്തിലേക്കുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ അവൻ്റെ ശരീരത്തെ അവൻ നരകത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തെ അവൻ നരകത്തിൽ കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തിരുന്നേ നാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം ആലോചിക്കുക, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും വീട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി ഉണ്ടാക്കുന്നോ അതോ നരകത്തിലേക്കുള്ള വഴിയാണോ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ പുറത്തിറങ്ങി തിരിച്ചു വരുന്ന വീട്ടിലേക്ക് എത്തിയ ശേഷം അന്ന് രാത്രി ചിന്തിക്കുക, ഇന്ന് ഞാൻ പുറത്തിറങ്ങി വീട്ടിലേക്ക് വന്നപ്പോഴേക്കും സ്വർഗത്തിലേക്കുള്ള വഴിയാണോ നരകത്തിലേക്കുള്ള വഴിയാണോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, നരകത്തിൽ നിന്ന് എൻ്റെ ശരീരത്തിനെ രക്ഷപ്പെടുത്താനാണോ അല്ലെങ്കിൽ നരകത്തിൽ കൊണ്ടുപോയിടാനാണോ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും വിലയിരുത്തണം അവൻ്റെ ജീവിതത്തെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാകുന്നു ഓരോരുത്തരും. അതുകൊണ്ട് അവൻ്റെ ശരീരത്തെ ഇങ്ങനെ വിൽക്കുന്നവനാണ്, കാരണം വിറ്റിട്ട് അവൻ ലാഭം സ്വർഗത്തിലേക്കുള്ള ലാഭമാണോ, അവൻ്റെ ശരീരത്തെ വിറ്റ് അവൻ നരകത്തിലേക്ക് കൊണ്ടുപോയിടാണോ, ഇത് ഓരോരുത്തരും ചിന്തിക്കണം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ് അടുത്തിനെടുക്കാം. ഞാൻ ഈ ഹദീസും അതിൻ്റെ ഇടയിലുള്ള ഏതാനും ചില പോയിന്റുകളും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഹദീസ് ഇങ്ങനെ പഠിക്കുന്നതോടും കൂടെ തന്നെ ഹദീസിൻ്റെ വാക്കൊക്കെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ച് നമുക്ക് വാക്കർത്ഥങ്ങൾ കിട്ടും. പക്ഷേ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിന് പ്രധാനം. ഹദീസിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളെന്തെങ്കിലും ജീവിതത്തിൽ പലപ്പോഴായിട്ടും ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പലപ്പോഴായിട്ട് പരിപൂർണമായിട്ടും 100% ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. പക്ഷേ നമ്മൾ കഴിയുന്നതെന്നർത്ഥം 90%, 99%, 98%, 90%, 70%, 50% ഏറെയെങ്കിലും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് എടുക്കാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.